ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്യണ ദിവസം എനിക്കൊരു ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ ഇന്ന് ഞാനൊരു ലഞ്ച് സ്കിപ്പ് ചെയ്ത ഡേ ആയിരുന്നു. അപ്പൂപ്പൻ ഈ ഞാൻ വീഡിയോ എടുക്കണതിനെ പറ്റിയാണ് കേട്ടാ പറയണത്. പിന്നെ എന്റെ വീഡിയോ എടുപ്പ് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ ഇപ്പൊ എഴുന്നേറ്റ് പോകും. ഒരു കണക്കിന് പറഞ്ഞാൽ എന്നെ മിക്ക ആൾക്കാർക്കും പേടിയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തിടും, വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുമെന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് വേറെ ആരും ഉണ്ടാക്കി തരുന്ന ചായ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാറില്ല. കാരണം ഞാൻ എപ്പോ ചായ കുടിച്ചാലും ഒന്നുകിൽ ഏലക്കയോ ഇഞ്ചിയോ എന്തെങ്കിലും ഒരു ഫ്ലേവർ ഞാൻ ആഡ് ചെയ്യും. അല്ലാതെ പ്ലെയിൻ ടീ എനിക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കഷായം കുടിക്കണ പോലെ ഈ ചായ കുടിക്കണത്. അതിപ്പോ എനിക്ക് ആര് ചായ ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞാലും ഞാൻ മൂക്കൊക്കെ പൊത്തി ഒറ്റ വലിക്ക് കഷായം കുടിക്കണ പോലെയാണ് കുടിക്കണത്. ഇതാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയ ചായയായിരുന്നു. അത് ഞാൻ പിന്നെ വേണോ വേണ്ടേന്നും പറഞ്ഞൊക്കെ കുടിച്ചിറക്കി എങ്ങനെയോ കഷായം കുടിക്കണ പോലെ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാനേ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ വളരെ കുറവ് സമയത്താണ് ഞാൻ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കണത്. ബിക്കോസ് എന്റെ പാരന്റ്സ് സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആണ്. ഇപ്പൊ അമ്മയുടെ കൂടെയാണ് ഞാൻ നിക്കണെങ്കിൽ പോലും അമ്മയും പല സമയത്തും അവൈലബിൾ ഒന്നും അല്ല. ഇമോഷണലി ഞാനും അമ്മയും അത്ര അറ്റാച്ച്ഡ് ഒന്നും അല്ല. അപ്പം ഇങ്ങനെ എനിക്ക് പാരന്റ്സ് അൺഅവൈലബിൾ ആയിരിക്കുന്നോണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനോ കുറച്ച് ടൈം കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാറുണ്ട്. ആ ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ ആ ഒരു സാധനം. അങ്ങനെ കുറച്ചു നേരം ഫാമിലി ടൈം കിട്ടിയ സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങാന്ന് തീരുമാനിച്ച് ഞാൻ റൂമിൽ പോയതായിരുന്നു. പക്ഷേ അപ്പോൾ എന്റെ അമ്മ എന്ന് പറയുന്ന ആ പെണ്ണുമ്പിള്ള വന്നിട്ട് പറഞ്ഞു, റേഷൻ കടയിൽ പോണം, അരി വാങ്ങണം, ഇല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി തരത്തില്ല, പിന്നെ മില്ലിൽ പോണം, അരി പൊടിക്കണം, എന്നാലേ നാളെ രാവിലെ പുട്ട് കുത്തി കയറ്റാൻ കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെ എനിക്കാണെങ്കിൽ പോവാൻ തീരെ താല്പര്യമില്ല. കാരണം എനിക്കിങ്ങനെ ഉറങ്ങി വരുമ്പോ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ എഴിച്ചിന്ന് അടിച്ചെന്നൊക്കെ ഇരിക്കും. അങ്ങനെ എന്റെ അടി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്റെ ആ ഒരു സ്വഭാവം നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് എന്റെ അമ്മ ഭയങ്കര നൈസ് ആയിട്ടാണ് വന്ന് വിളിച്ചത്. അതായത് ഇങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക്. അതാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാന്ന് തീരുമാനിച്ചത്. അപ്പൊ ദാ അമ്മയാണെങ്കിൽ ഓൾറെഡി റെഡി ആയിട്ടാണ് എന്നെ വന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെ അരി മേടിക്കാനുള്ള ചാക്ക്, സഞ്ചി, അരി പൊടിപ്പിക്കാനുള്ള തൂക്കുപാത്രം ഇതെല്ലാം ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഇരുചക്ര വാഹനവുമായി വന്നിട്ട് അതിനകത്ത് ഈ അരിയും ചാക്കും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം മില്ലിലാണ് വന്നത്. ഇവിടെ വന്നപ്പോ എന്റെ പൊന്നെ ഒരു വെയില്, നല്ല വെയിലായിരുന്നു. ലൈഫ് വിത്ത് മൈഗ്രെയിൻ അല്ലെങ്കിൽ ആസ് എ മൈഗ്രെയിൻ ഉള്ള ആളെന്നുള്ള രീതിക്ക് അത് നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ഞാൻ ഇങ്ങനെ അമ്മയെ നോക്കിയപ്പോ അമ്മ ഏതോ ചിന്താവിഷ്ടയായ ശ്യാമളയെ കണക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ആ തൂക്കുപാത്രം കൊണ്ട് ആടി ഒലഞ്ഞ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ റേഷൻ കടയിൽ പോയി റേഷനും മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. എവിടെയെങ്കിലും പോയിട്ട് വന്നാലോ പോണേന് മുന്നേ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. അതങ്ങ് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.